ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഈ ഒരു കുർത്തിയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ഇക്കത്ത് ഫാബ്രിക്കില്ലേ, അതിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഒരു പ്രിൻസസ് കട്ടിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പ്രിൻസസ് കട്ടാകുമ്പോൾ ഒത്തിരി ഷേപ്പിലൊക്കെ നിൽക്കുന്ന ഒരു കുർത്തി കേട്ടോ. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതെൻ്റെ ഒരു മെറ്റീരിയൽ ഉണ്ടായതാണ്. അപ്പോൾ 2.5 മീറ്റർ ഉണ്ട് കേട്ടോ അതിന്. അപ്പോൾ ഞാൻ അതെടുത്തിട്ടാണ് ചെയ്യുന്നത്. ഒരു സെറ്റായിട്ട് വാങ്ങിയതാണ്. അപ്പോൾ അതേ ഇതുപോലെ 4ആയിട്ട് മടക്കി വെച്ചു. നിങ്ങൾക്ക് അറിയാമല്ലോ എങ്ങനെയാണെന്നുള്ളത്, പെട്ടെന്ന് പറഞ്ഞു പോകണം കേട്ടോ. അത് ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ അതാ ഇതുപോലെ 4ആയിട്ട് ഞാൻ മടക്കി വെച്ചു കേട്ടോ. അപ്പോൾ ഇതേതുപോലെ നമുക്ക് ഷോൾഡർ എടുക്കാം. അപ്പോൾ ഞാൻ ഷോൾഡർ ഇപ്പോൾ എടുക്കുന്നത് 7.5 ഇഞ്ചാണ്. കണ്ടോ, 7.5 ഇഞ്ച്, അതേ 7.5 ഇഞ്ച് തന്നെ നമ്മൾ ഷോൾഡർ എടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഒന്നല്ല വ്യത്യാസം വരുന്നത് പ്രിൻസസ് കട്ടിന് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചെസ്റ്റിൻ്റെ ഭാഗം മാത്രം ഒരു കുറച്ച് കൂടുതൽ കൊടുത്താൽ മതി. കൂടെ ഒരു 7.5 ഇഞ്ച് ഞാൻ എടുത്തു, ഷോൾഡർ എടുത്തു. അതുപോലെ തന്നെ ഞാൻ താഴേക്ക് ഫുൾ ലെങ്ത്ത് പറയാൻ വിട്ടുപോയല്ലോ നേരത്തെ. അപ്പോൾ എനിക്ക് 46 ഇഞ്ചസ് എനിക്ക് കിട്ടിയുള്ളൂ കേട്ടോ. അത് നമുക്ക് അത്ര ലെങ്ത്ത് തന്നെയുള്ളൂ. അപ്പോൾ അത് ഞാൻ ഫുള്ളായിട്ട് എടുത്തു. ഇനി 7.5 ഇഞ്ച് തന്നെയാണ് ഞാൻ ആം ഹോളും കൊടുത്തിരിക്കുന്നത് കേട്ടോ. നമ്മൾ ഷോൾഡർ കൊടുത്ത അതേപോലെ തന്നെ ആം ഹോളും കൊടുത്തു. ഇനി ഈ ഒരു ഭാഗത്ത് 7.5 ഇഞ്ച് ഇല്ലേന്ന് നോക്കിയിട്ട് അത് കറക്റ്റ് ചെയ്തിട്ട് അവിടെ നമ്മൾ കണക്ട് ചെയ്ത് വരച്ചെടുക്കുക. ആം ഹോള് എൻ്റെ ഭാഗം വരച്ചെടുത്തു. ഇനി നമുക്ക് ഞാനിവിടെ നെക്കിൻ്റെ വൈഡ് എടുക്കുന്നത് 4 ഇഞ്ചാണ് കേട്ടോ. 4 ഇഞ്ചാണ് എടുക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞൊന്ന് മാത്രം. അത് ഞാൻ വേറെ തുണിയിൽ കാണിച്ചു തരാം. അപ്പോൾ 4 ഇഞ്ചാണ് നെക്കിൻ്റെ വൈഡ് എടുക്കുന്നത്. അപ്പോൾ അവിടെ ഞാൻ ഒന്ന് വരച്ചു കൊടുത്തു. അതിനുശേഷം ഇതുപോലെ നമ്മൾ ആ ഒരു ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുമല്ലോ. അപ്പോൾ ഞാനൊരു 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുത്തു കേട്ടോ. ഇതുപോലെ 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുത്തെടുത്തു. അതിനുശേഷം ഞാൻ എൻ്റെ ചെസ്റ്റിൻ്റെ 4/1 ഭാഗം എന്ന് പറയുന്നത് 10.75 കേട്ടോ. 4/1 ഭാഗം 10.75. അപ്പോൾ നമ്മൾ ഇത് പ്രിൻസസ് കട്ട് കുർത്തി ചെയ്തുകൊണ്ട് 10.75 ഒപ്പം നമ്മൾ ഒരു 2 ഇഞ്ചെങ്കിലും സീം അലവൻസ് കൊടുക്കണം. സാധാരണ 1.5 ഇഞ്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു 1/2 ഇഞ്ച് കൂടുതൽ നമ്മൾ കൊടുക്കണം. കാരണം പ്രിൻസസ് കട്ട് വന്ന് തയ്ക്കുമ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്ത് കുറച്ച് തുണി പോവും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ എത്രയാണോ തയ്യൽ തുമ്പ് കൊടുക്കുക അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ചും കൂടി കൂടുതൽ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ സാധാരണ 2 ഇഞ്ച് തന്നെ കൊടുക്കാറ്. അത് തന്നെയാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ 1.5 ആണെങ്കിൽ 2 ഇഞ്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളത് ഇതുപോലെ വരച്ചെടുക്കുകയാണ് അതിൻ്റെ ഭാഗം. ഇനി 1.5 ഇഞ്ചിൽ ഞാൻ ആം ഹോളിൻ്റെ അവിടെ ആ ഭാഗത്ത് കർവ് വരച്ചു കൊടുത്തു. 1.5 ഇഞ്ചിൽ കണ്ടില്ലേ. ഇനി നമ്മുടെ ആം ഹോൾ കർവ് വെച്ചിട്ട് ഞാൻ ഇതുപോലെ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുണ്ടെങ്കിൽ എളുപ്പമാണ് നമുക്ക് ചെയ്യാനായിട്ട്. ഇനി ഞാൻ അളന്ന് നോക്കുകയാണ്. ഞാൻ ആം ഹോൾ സർക്കംഫറൻസ് വരുന്നത് എനിക്ക് 9.5 ഇഞ്ചാണ് കേട്ടോ. 9.5 വരും. അതെനിക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി 2 ഇഞ്ച് സീം അലവൻസ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഒരു 1/2 ഇഞ്ച് കൂടുതൽ കൊടുക്കണം കേട്ടോ. ഇത് പ്രിൻസസ് കട്ട് ആയതുകൊണ്ട് മാത്രം. ഇനി എൻ്റെ വേസ്റ്റിൻ്റെ ലെങ്ത്ത് വരുന്നത് ഒരു 14.5 ഇഞ്ചിൽ ഞാൻ എടുക്കുന്നുണ്ട് വേസ്റ്റിൻ്റെ ലെങ്ത്ത്. അപ്പോൾ അവിടുത്തെ വണ്ണം എന്ന് പറയുന്നത് നമുക്ക് ആ വേസ്റ്റിൻ്റെ ഭാഗത്ത്, ആ ഷേപ്പിൻ്റെ ഭാഗത്തെ വണ്ണം എന്ന് പറയുന്നത് എനിക്ക് 8.25 ഇഞ്ചാണ് പറഞ്ഞത് കേട്ടോ. വണ്ണത്തിൻ്റെ 4/1 ഭാഗമാണ് 8.25 ഇഞ്ച്. എന്നിട്ട് നമ്മൾ അവിടെ 2 ഇഞ്ച് തന്നെ സീം അലവൻസ് കൊടുക്കുക. തയ്യൽ തുമ്പ് 2 ഇഞ്ച് തന്നെ കൊടുക്കുക കേട്ടോ. നിങ്ങൾ 1.5 ആണെങ്കിൽ 2 ഇഞ്ച് കൊടുക്കണം. എടുക്കുകയാണെങ്കിൽ 1.5 ആയിരുന്നു എടുത്തെങ്കിൽ ഇതിന് 2 ഇഞ്ച് കൊടുക്കണം. ഇനി വേസ്റ്റിൻ്റെ ഹിപ്പിൻ്റെ ലൈനും കൂടി നമുക്കിതിൽ വരച്ചു കൊടുക്കണം. ഞാൻ 20 ഇഞ്ചിലാണ് ഹിപ്പിൻ്റെ ലൈനിൻ്റെ ലെങ്ത്ത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി അവിടുത്തെ വണ്ണം എന്ന് പറയുന്നത് ഞാനൊരു 11.5 ഇഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. 11.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അതിന് ഞാനൊരു 1.5 ഇഞ്ച് സീം അലവൻസ് ഇവിടെ കൊടുക്കണുള്ളൂ. കാരണം അതൊന്ന് നമുക്കവിടെ സ്ലിറ്റില്ലാത്തൊരു കുർത്തിയാണ് കേട്ടോ. അപ്പോൾ ആ സ്ലിറ്റിൻ്റെ ഭാഗം നമുക്ക് 1.5 ഇഞ്ച് മതി. നമുക്ക് താഴേക്ക് ഇതുപോലെ തയ്ച്ച് നമുക്ക് അവിടെ കട്ട് ചെയ്തെടുക്കാനാണ്. അപ്പോൾ നമ്മൾ സ്ലിറ്റ് കൊടുക്കണില്ല, ഒരു ലൈൻ പോലെ. അപ്പോൾ ഇതുപോലെ ഞാൻ ഭാഗത്ത് നമ്മുടെ തുണിക്ക് എത്ര വീതി ഉണ്ടോ ആ ഒരു ഭാഗം വരെ നമ്മൾ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഈ ലൈൻസൊക്കെ ഞാൻ കണക്ട് ചെയ്ത് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ, ഓരോ ലൈനുകളായിട്ട്. അപ്പോൾ നമ്മൾ അവിടെ സ്ലിറ്റൊന്നും ഇടില്ല. അപ്പോൾ നമുക്ക് സ്മൂത്തായിട്ട് നമുക്ക് അവിടെ വരച്ചു കൊടുക്കാം. അത്രയേ ഉള്ളൂ കേട്ടോ. സ്ലിറ്റഡ് ആണെങ്കിലാണ് നമുക്ക് അതിൻ്റെ അളവെടുക്കേണ്ടതുള്ളൂ. ഇത് കറക്റ്റായിട്ട് നമ്മൾ വരച്ചു കൊടുക്കാം. ഇനി നമ്മൾ ആ ഒരു ഭാഗത്ത് ഒരു 2 ഇഞ്ച് ഹൈറ്റിൽ ഇതുപോലെ ഒന്ന് ചെരിച്ച് വരച്ചു കൊടുക്കുക. അവിടെ ഒരു ചെരിവ്, ഒരു ലൈനൊക്കെ ആകുമ്പോഴേ അതിന് വേണ്ടിയിട്ട് തൂങ്ങിപ്പോവാതിരിക്കാനായിട്ട്. അപ്പോൾ നമ്മളിതിവിടെ ഷോൾഡർ സ്ലോപ്പ് വരച്ചു കൊടുത്തു. ഇനി കണ്ടില്ലേ. ഇനി നമുക്ക് ഇതിൻ്റെ ഡാർട്ട് ഇടണം. ഡാർട്ട് ഇടുന്ന പറയുമ്പോൾ നമ്മുടെ ബ്ലൗസിനൊക്കെ ഡാർട്ട് നമ്മൾ എടുക്കും. നമ്മുടെ നിപ്പിൾ പോയിൻറ്റ്, ഷോൾഡർ ടു നിപ്പിൾ പോയിൻറ്റ് എത്രയാണെന്ന് നോക്കുക. അപ്പോൾ എനിക്ക് വരുന്നത് 10.5 ഇഞ്ചാണ്. ഞാൻ 10.5 ഇഞ്ച് കൊടുത്തിട്ട് അവിടെ ഷോൾഡറിൽ നിന്ന് താഴോട്ട് എവിടെയാണോ 10.5 ഇഞ്ച് വരണേ അവിടെ നിന്ന് എടുത്തു. ഇനി ബ്രസ്റ്റ് ടു ബ്രസ്റ്റ്, അത് BP ടു നമ്മുടെ ബ്രസ്റ്റ് പോയിൻ്റ്, നമുക്കൊരു പോയിൻ്റ് ഉണ്ട്. അത് എനിക്ക് വരുന്നത് 4 ഇഞ്ചാണ്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ്, നമ്മുടെ ബ്രസ്റ്റിൻ്റെ ആ ഒരു ഗ്യാപ്പ് വരുന്നത്, ബ്രസ്റ്റ് വിടുത്ത് വരുന്നത് 4 ഇഞ്ച് ഞാൻ കൊടുത്തു കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് ആം ഹോളിൻ്റെ അവിടെ ഒരു ഡാർട്ട് കൊടുക്കണം. കണ്ട, ആം ഹോളിൻ്റെ അവിടെ ഡാർട്ട് കൊടുക്കുക. നമ്മൾ ആം ഹോളിൽ ഞാൻ 9.5 ഇഞ്ചാണല്ലോ എനിക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പകുതി എത്രയാണോ അതെടുക്കുക. ഒന്നുകിൽ അതെടുത്താൽ മതി, മനസ്സിലായോ? പകുതി എടുക്കുക. അപ്പോൾ നമ്മൾ അളന്നെടുക്കുമ്പോൾ ഇതുപോലെ എടുത്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് 9.5യുടെ പകുതി എടുക്കാം. ഇല്ലെങ്കിൽ നമ്മളത് ഈ ഒരു ഭാഗത്ത് നമ്മുടെ ആ ഒരു L ഷേപ്പില്ലേ ആ ഭാഗത്തു നിന്ന് 2 ഇഞ്ച് നമ്മൾ എടുക്കുമ്പോഴും അവിടെ നിന്നായാലും മതി. കണ്ടോ,
അപ്പോൾ ആ കറക്റ്റ് ആ പോയിന്റിൽ വന്ന് നമുക്ക് ആ ഒരു ഡാർട്ട് അവിടെ നിന്ന് കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആ 2 ഇഞ്ചുള്ള പോയിന്റ്, ഇത് 2 ഇഞ്ച് എടുത്തു. നമ്മൾ ആ ഒരു പോയിന്റ് നമ്മുടെ ഈ ഒരു ടക്സ് പോയിൻ്റായിട്ട് നമ്മളിത് ഇതുപോലെ കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ ഒരു ചെരിവ് കണ്ടോ അവിടെ. നമ്മളിതിന് ഇങ്ങനെ ഒരു ഷേപ്പ് കൊടുത്താൽ മതി. ബ്ലൗസിൻ്റെ പോലെ ഇതില്ലേ ഇതിന്. ബ്ലൗസിനൊക്കെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്, ഇതിൽ ഒതൊന്നുമില്ല. നമ്മളൊരു 4 ഇഞ്ചാണല്ലോ ഞാൻ അവിടുത്തെ ബ്രസ്റ്റ് വിഡ്ത്ത് കൊടുത്തിരിക്കുന്നത്, വൈഡ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ 4 ഇഞ്ച് തന്നെ ഞാൻ ഏറ്റവും അറ്റം വരെ താഴെ വരെ അടയാളപ്പെടുത്തുന്നുണ്ട്. ചിലവരെന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ 4 ഇഞ്ച് താഴേക്ക് പോകുന്തോറും ഇങ്ങനെ ചെരിച്ച് 8 ഇഞ്ചൊക്കെ ആയിട്ട് വരും കേട്ടോ. ഞാൻ അങ്ങനെ എടുക്കില്ല, കറക്റ്റ് 4 ഇഞ്ച് തന്നെയാണ് ഏറ്റവും അടി വരെ എടുക്കണത്. ഇപ്പോൾ ഓരോരുത്തർക്ക് ഇഷ്ടം പോലെ ഒന്ന് ചെരിച്ച് കൊടുക്കാം കേട്ടോ. ഒരു സ്ട്രെയിറ്റ് ലൈൻ എന്നുള്ളത് 4 ഇഞ്ച് എന്നുള്ളത് കുറച്ചൊന്ന് ചെരിഞ്ഞ് അറ്റത്തെത്തുമ്പോൾ 46-ലെത്തുമ്പോൾ അതൊരു 8 ഇഞ്ചായിട്ട് മാറും. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഞാൻ അങ്ങനെ ചെയ്യില്ല, ഞാൻ നേരെ താഴെ വരെ 4 ഇഞ്ചാണ് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ താഴെ വരെ 4 ഇഞ്ചിൽ ഇതേ അറ്റം വരെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അവിടെ ചെരിച്ച് കൊടുത്തിട്ടില്ല, പ്രിൻസസ് ലൈൻ കേട്ടോ. ആ ഒരു ഇത് കട്ട് ചെയ്യണമുള്ള ഭാഗം. അപ്പം നമുക്കിനി ഫ്രണ്ട് ആം ഹോൾ ഞാൻ കുഴിച്ച് വരച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതേ ഫ്രണ്ട് ആം ഹോൾ ഇതേ ഇതുപോലെ ഞാൻ കുഴിച്ചതേ വരച്ച് കൊടുക്കാണ് കേട്ടോ. നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ രണ്ടും കൂടി കട്ട് ചെയ്യാം കേട്ടോ. ഫ്രണ്ടും ബാക്കും കൂടി ഞാൻ ഇതേ കട്ട് ചെയ്ത് എടുത്തു കേട്ടോ. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ബാക്ക് ഭാഗത്തേക്ക് പ്രിൻസസ് കട്ട് ഇടുന്നില്ല, ഫ്രണ്ട് ഭാഗത്ത് മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ കേട്ടോ. ഫ്രണ്ടിൽ മാത്രമേ ഇടുള്ളൂ, ബാക്ക് സാധാരണ പോലെ തന്നെ കൊടുക്കണു. അപ്പോൾ ഞാൻ ദേ ഇതുപോലെ ഫ്രണ്ട് മാത്രം എടുത്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ, ബാക്കല്ല. ഞാനത് ഇങ്ങനെ ഞാൻ എൻ്റെ എളുപ്പത്തിന് കട്ട് ചെയ്തൊന്ന് മാത്രം കേട്ടോ, മാറ്റാണ്ട്. അടിയിലത്തെ ഞാൻ ഒന്നും ചെയ്തില്ല, അത് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ഞാൻ ഫ്രണ്ടിലെ മാത്രം എടുത്തിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത് കേട്ടോ. സൂക്ഷിച്ച് കട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് കട്ട് ചെയ്യുക. അറ്റം വരെ നമ്മളതൊന്ന് കട്ട് ചെയ്തെടുത്തു. ഇപ്പോൾ കണ്ടില്ലേ, നമുക്ക് ആ തുണി ആ ഭാഗം കണ്ടില്ലേ, ഇതേ ഇതുപോലെ നമുക്ക് കിട്ടും. കണ്ട ഇതേ ഈ ഒരു ഇത് കിട്ടും. പിന്നെ 2 പീസുകൾ അപ്പുറത്തും ഇപ്പുറത്തും വെക്കാനായിട്ട് നമുക്ക് കിട്ടുമല്ലോ. ഇത് കണ്ടില്ലേ. അപ്പോൾ ഇതേ ഇതുപോലെ വരും കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇതാ ഇതുപോലെ വന്ന് ഈ 2 പീസുകളും അപ്പുറത്തും ഇപ്പുറത്തും വെച്ച് നമ്മൾ കണക്ട് ചെയ്ത് ഇതുപോലെ ഇപ്പോൾ ഇതുപോലെ ഒപ്പം വെക്കുക. എന്നിട്ട് നല്ല പുറങ്ങൾ ഒരുമിച്ച് വെച്ചിട്ട് ഇതുപോലെ നമ്മൾ ആ ഒരു ഷേപ്പിൽ വേണ്ട ആ കറക്റ്റ് ഷേപ്പിൽ ആം ഹോളിൻ്റെ ആ ഷേപ്പിലേക്ക് വെച്ച് കൊടുത്ത് തയ്ച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ വെക്കുക. എന്നിട്ട് ഒരു 1/2 ഇഞ്ചിൽ നമ്മളിത് ഇതുപോലെ മടക്കി തയ്ച്ച് എടുക്കുക. മനസ്സിലായല്ലോ. നമുക്ക് സ്ലീവിൻ്റെ ഭാഗം എടുക്കാം കേട്ടോ. അപ്പോൾ സ്ലീവിന് ഞാൻ കട്ട് ചെയ്തപ്പോൾ ഈ ഒരു ഭാഗം എനിക്ക് കിട്ടിയുള്ളൂ. പിന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്താണ് സ്ലീവ് വെട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ എനിക്കൊരു 12 ഇഞ്ചിൻ്റെ സ്ലീവ് ഞാൻ ഇതിന് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ 12 ഇഞ്ചിൻ്റെ സ്ലീവ് ഞാൻ ഇതുപോലെ ലെങ്ത്ത് 12 ഇഞ്ച് എടുത്തു. താഴേക്ക് കണ്ടില്ലേ ആ ഒരു ചെറിയ പീസ് അവിടെ പോയി കിടക്കണത്. അപ്പോൾ എനിക്കൊരു 10 ഇഞ്ച് ലെങ്ത്തെങ്കിലും ആ ഭാഗത്ത് വേണം കേട്ടോ, 10 ഇഞ്ച് കിട്ടണം. അപ്പോൾ അവിടേക്ക് ഇല്ല, പക്ഷേ അത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മുടെ ക്യാബ് ഹൈറ്റ് ആ ഭാഗത്താണ് വരുന്നത്. അപ്പോൾ കണ്ടില്ലേ കുറച്ച് ഭാഗം അവിടെ പോവുമല്ലോ. അപ്പോൾ നമ്മൾ അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം നമുക്ക് ക്യാബ് ഹൈറ്റ് വരുന്ന ഭാഗമാണ്. ഇതേ കണ്ടില്ലേ, നമ്മൾ താഴേക്ക് ഇതുപോലെ 10 ഇഞ്ച് കിട്ടുന്ന ഭാഗത്ത് നമ്മളിത് ഇതുപോലെ വെച്ച് കൊടുക്കുക. കണ്ട ആ 10 ഇഞ്ച് വരും. ആ 10 ഇഞ്ചിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ക്യാബ് ഹൈറ്റ് 3.5 ഇഞ്ച് പോകുമല്ലോ. എനിക്ക് 4 ഇഞ്ചാണ് ക്യാബ് ഹൈറ്റ് വരിക കേട്ടോ. അപ്പോൾ 4 ഇഞ്ച് ക്യാബ് ഹൈറ്റ് എടുത്തപ്പോൾ കണ്ടില്ലേ ആ ഒരു ഭാഗം നമുക്ക് പോയില്ലേ. ഇനി ആ ഒരു ഭാഗം നമുക്കൊന്ന് ചെരിച്ച് വരുമ്പോൾ അത് കറക്റ്റ് ആയിക്കോളൂ കേട്ടോ. കണ്ടോ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഞാൻ ആ ഒരു ഭാഗത്തിലേക്ക് ഇതുപോലെ ഒന്ന് ചെരിച്ച് വരച്ച് കൊടുക്കണം കേട്ടോ. കണ്ടില്ലേ. അപ്പോൾ നമുക്കവിടെ ആ ഭാഗം ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അവിടെ ഇത്തിരി തുണി കുറഞ്ഞാലും കണ്ട. ഇനി അതിൻ്റെ ഇനി നമുക്ക് 9.5 ഇഞ്ചാണ് നമുക്ക് കിട്ടേണ്ടത്. ആം ഹോളിൻ്റെ ആ ഒരു ഭാഗം നമ്മൾ നേരത്തെ അളന്ന് വെച്ചിട്ടുണ്ടല്ലോ സർക്കംഫറൻസ്. അപ്പോൾ അത് എടുക്കുക. പിന്നെ 2 ഇഞ്ച് ഞാൻ സീം അലവൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ തുണി ഇല്ലെങ്കിലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടാണ് കേട്ടോ. അതിൽ കണ്ടില്ലേ, നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഇനി നമ്മൾ അതിൻ്റെ പകുതി എടുക്കുക കേട്ടോ. ഇതിൻ്റെ പകുതി എടുത്ത് 9.5യുടെ പകുതി എടുത്ത് നമ്മൾ അടയാളപ്പെടുത്തിയെടുക്കുകയാണ്. നമുക്ക് വരയ്ക്കേണ്ട അവിടെ നിന്നൊരു 3/4 ഇഞ്ച് പുറത്തോട്ട് വരച്ചിട്ട് ഇതുപോലെ നമ്മളൊന്ന് വരച്ചെടുക്കുക. അതാണ് നമ്മുടെ ബാക്ക് സ്ലീവ് വരണത് കേട്ടോ. ബാക്ക് സ്ലീവ് ഇത്രയും മനസ്സിലായല്ലോ. സ്ലീവിൻ്റെ ഒക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ നമ്മൾ ഉള്ളിലേക്ക് ഒന്ന് വരച്ചു കൊടുത്ത് ഫ്രണ്ട് സ്ലീവ് ഒന്ന് കുഴിച്ച് വരച്ചെടുക്കുക. ഇത്രയും മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് സ്ലീവിന് തുണി ഇതുപോലെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുക. അല്ലാണ്ട് നമുക്ക് തുണി ഫുള്ളായിട്ട് കിട്ടില്ല. അല്ലെങ്കിൽ നമുക്ക് ഇത്രയും ഒരു സ്ലീവിന് തുണി എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്യാൻ കൂടുതലിന് പറ്റില്ല കേട്ടോ നമുക്ക്. അപ്പോൾ ഇതുപോലെ നമ്മൾ അതിൻ്റെ കറക്റ്റിൻ്റെ ഒരു 5 ഇഞ്ചാണ് ആ ഭാഗത്തെ റൗണ്ട് ആ ഷേപ്പിൻ്റെ ഭാഗം പറഞ്ഞാൽ. പിന്നെ അതുപോലെ തന്നെ സീം അലവൻസ് എടുക്കുകയാണ് നമ്മൾ. തയ്യൽ തുമ്പ് എടുത്തു, 2 ഇഞ്ച് തയ്യൽ തുമ്പ് എടുത്തിട്ട് നമ്മൾ ആ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് നമ്മൾ. ഫ്രണ്ടും ബാക്കും സ്ലീവ് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഫ്രണ്ട് സ്ലീവ് നമുക്ക് കുഴിച്ച് വെട്ടണ്ടേ. ഇതുപോലെ ഓരോ നല്ല പുറങ്ങൾ ഒരുമിച്ച് വെച്ച് ഇതുപോലെ വിരിച്ചെടുക്കുക കേട്ടോ. വിരിച്ചിട്ടിട്ട് നമ്മളിത് ഈ ഒരു ഭാഗത്തോടെ നമ്മളിത് ആ ഉള്ളിലേക്ക് കുഴിച്ച് വരച്ചില്ലേ ആ ഒരു ഭാഗം കുഴിച്ചെടുക്കുക. ഞാൻ സ്ലീവിൻ്റെ ഒക്കെ മുമ്പ് ചെയ്തതുകൊണ്ടാണ് കേട്ടോ പെട്ടെന്ന് ഓടിച്ച് പറഞ്ഞു പോണത്. പിന്നെ വീഡിയോ എടുക്കാൻ കുറച്ച് സമയത്തിന് കുറവുണ്ടായിരുന്നു, അത് അതുകൊണ്ടാണ് പെട്ടെന്നാക്കി പോണത് കേട്ടോ.
പിന്നെ ദേ അപ്പം ഞാൻ ദേ ഇതുപോലെ കണക്ട് ചെയ്ത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ 3 പീസും കണക്ട് ചെയ്ത് കൊണ്ടുവന്നു. ബാക്കിൽ നമ്മളൊന്നും ചെയ്തിട്ടില്ല, ബാക്കിൽ സാധാരണ ഒരു എയർലൈൻ തന്നെയായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതാകുമ്പോൾ നമുക്ക് നല്ലൊരു ഷേപ്പ് കിട്ടും കേട്ടോ, അതാണ് വേണ്ടത്. ഇനി നമുക്ക് അതിൻ്റെ നെക്കിൻ്റെ കാര്യം നോക്കാം. ഞാൻ ക്യാൻവാസിലല്ല ചെയ്യണേ. അതെ ഇതുപോലൊരു തുണി എടുത്ത് അത് അടിയിൽ കണ്ടില്ലേ 2ആയിട്ട് മടക്കി വെച്ചു. അതിൻ്റെ മീതേക്ക് നമ്മുടെ ഫ്രണ്ട് പാർട്ട് വെച്ച് കൊടുത്തു കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നത് ഇതുപോലെ വെച്ച് കൊടുത്തു. ഇനി നമുക്ക് നെക്കിൻ്റെ അളവ് എടുക്കാം കേട്ടോ. ഇതറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ദേ നെക്കിൻ്റെ അളവെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു 4 ഇഞ്ചാണ് എനിക്ക് കിട്ടേണ്ടത്. കണ്ടോ 4 ഇഞ്ചാണ് എനിക്ക് വേണ്ടത്. പക്ഷേ ഇങ്ങനത്തെ തുണിയിലൊക്കെ എടുക്കുമ്പോൾ നമ്മൾ 1/2 ഇഞ്ച് കുറവെടുത്താൽ മതി. അപ്പോൾ 4 തയ്ച്ച് വരുമ്പോൾ 4 ആയിക്കോളും. അപ്പോൾ 4 വേണമെന്നുണ്ടെങ്കിൽ 3.5 എടുക്കുക. ക്യാൻവാസിൽ മാത്രം 4 എടുക്കാൻ പാടുള്ളൂ, അല്ലാത്തതിൽ 3.5 എടുക്കുക. ഇതുപോലെ 3.5 ഇഞ്ച് എടുത്തു. 3.5 ഇഞ്ച് എടുത്ത് 6 ഇഞ്ച് ഞാൻ ലെങ്ത്ത് കൊടുത്തു. എന്നിട്ട് നമ്മളൊരു ബോക്സ് ആക്കിയിട്ട് ഞാനിപ്പോൾ ഇതിലൊരു സാധാരണ റൗണ്ട് നെക്ക് തന്നെ വയ്ക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾ കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ കൊടുക്കുക. ഇത് കണ്ടില്ലേ ഇതേ ആ ഒരു ഷേപ്പിൽ കൊടുത്ത് ഒരു ബോക്സ് ആക്കിയിട്ട് ആ ബോക്സിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ റൗണ്ട് ഷേപ്പ് ഞാൻ വരച്ചു കൊടുക്കണം. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ക്യാൻവാസ് ഇല്ലെങ്കിൽ നമ്മുടെ നെക്ക് ഫിനിഷ് ചെയ്യാം. കണ്ടോ ആ അടിയിൽ ആ തുണി അടക്കം ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അത് വെക്കേണ്ട എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ എടുത്ത് മാറ്റുക. അപ്പോൾ അതാ തുണി കണ്ടില്ലേ അടിയിൽ വന്നിരിക്കേണ്ടത് നമുക്ക് നെക്കിന് വെക്കാനുള്ളതാണ്. കണ്ടോ എന്നിട്ട് ഒരു 2 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ തള്ളി അടയാളപ്പെടുത്തി എടുക്കുക കേട്ടോ. ഇതേപോലെ കണ്ടില്ലേ. എന്നിട്ട് ആ 2 ഇഞ്ചിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് 2 ഇഞ്ച് നെക്കിൻ്റെ ഭാഗത്തുനിന്ന് നമ്മളൊന്ന് അടയാളപ്പെടുത്തിയിട്ട് ആ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കറക്റ്റ് നമ്മുടെ നെക്കിൻ്റെ ആ ഭാഗം തന്നെയാണ് നമുക്ക് വന്നിരിക്കുന്നത് ആ തുണിയിൽ. അപ്പോൾ ഇനി ആ തുണി നമുക്ക് നമ്മുടെ മെയിൻ ക്ലോത്തിലേക്ക് വെച്ച് കൊടുത്താൽ മതി. ഇതാണ് നമ്മുടെ ഐഡിയ കേട്ടോ. അത് പ്രത്യേകിച്ച് പറയാനില്ല, എന്നാലും അറിയാത്തവരുണ്ടാവുമല്ലോ ബിഗിനേഴ്സിനൊക്കെ, അപ്പോൾ അവർക്ക് ഉപകാരമായിക്കോട്ടെ. അപ്പോൾ ഇതിൻ്റെ നല്ല പുറത്ത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. 1/2 ഇഞ്ചിലാണ് തയ്ക്കേണ്ടത്. അപ്പോൾ നമ്മുടെ നെക്ക് 4 ഇഞ്ചോ. പിന്നെ ഈ ഒരു സൈഡിലൊന്ന് തയ്ച്ചു വരാം കേട്ടോ. 1/2 ഇഞ്ചിൽ തയ്ക്കുകയാണ് നമ്മൾ. ഇതുപോലെ തയ്ച്ചു കൊണ്ടുവന്ന് ഇനി എല്ലാ ഭാഗത്തും ചെറിയ ചെറിയ കട്ട്സ് ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ആ ഇട്ട് കൊടുക്കുമ്പോൾ സ്റ്റിച്ചിൽ പെടാണ്ട് നോക്കണം നമ്മൾ. എന്നിട്ട് നമ്മളിതൊന്ന് മറച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ നെക്ക് നമുക്ക് ഫിനിഷായി കിട്ടിയിട്ടാ. കണ്ടോ അപ്പോൾ അതേ കണ്ടില്ലേ ഇതുപോലെ കിട്ടും. ഇതേപോലെ തന്നെയാണ് ബാക്കും ചെയ്യണത്. പക്ഷെ ഞാൻ അതിലെ അളവുകൾ എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ ഈ തുണിയിൽ ഇതുപോലെ 2ആയിട്ട് മടക്കി വെച്ചു. ബാക്കിലത്തെ അളവ് ഞാൻ കൊടുത്ത അളവ് നിങ്ങൾക്ക് പറഞ്ഞു തരണമല്ലോ. അപ്പോൾ അതൊന്ന് പറഞ്ഞുതരാം. ഇതുപോലെ തന്നെയാണ് ചെയ്തത്. അപ്പോൾ ക്യാൻവാസ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ 4 ഇഞ്ച് കിട്ടണം. അതിന് വേണ്ടി 3.5 ഇഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തി. ഫ്രണ്ടിൽ ഞാൻ ലെങ്ത്ത് അടയാളപ്പെടുത്തിയിരിക്കുന്നത് 6 ഇഞ്ചാണ്. പക്ഷേ ബാക്കിൽ അത്ര കൊടുക്കണില്ല കേട്ടോ. ബാക്കിലെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ 5 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് തന്നെയാണ് ബാക്കിൽ ചെയ്യേണ്ടതും. അതേപോലെ തന്നെ ചെയ്ത് വരച്ച് നമ്മൾ 2 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ ഒരുമിച്ച് കൂട്ടി വെട്ടി എടുക്കുക. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ചെയ്തെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ക്യാൻവാസ് വേണമെങ്കിൽ നല്ല ഇതിലൊക്കെ ആണെങ്കിൽ ക്യാൻവാസിൽ നിങ്ങൾ ചെയ്താൽ നല്ല ഫിനിഷിങ് ഉണ്ടാവും. നെക്ക് ഇത് വെക്കണേക്കാളും ഫിനിഷിങ് ഉണ്ടാവും. ഇതിപ്പോൾ കുഴപ്പമൊന്നുമില്ല. അതേപോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നെക്കിൻ്റെ പണി നമ്മൾ കഴിച്ചെടുക്കുകയാണ്. അതിന് ശേഷം ഞാൻ നെക്ക് 2 ഷോൾഡറുകളും ജോയിൻ ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ വീഡിയോ പെട്ടെന്ന് ചെയ്തു പോയതാണ് ഈ വീഡിയോ. അപ്പോൾ എന്നിട്ട് നമ്മൾ സ്ലീവ് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. സ്ലീവ് ജോയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഞാൻ സ്ലീവൊക്കെ ജോയിൻ ചെയ്ത് കൊടുത്തോണ്ട് പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യാനില്ല. ഇതിന് നമ്മുടെ ഷേപ്പ് കൊടുക്കുക. ഷേപ്പ് കൊടുത്തിട്ട് നമ്മളിവിടെ സ്ലിറ്റൊന്നും ഇടലില്ലല്ലോ, ഒരേ ലൈനാണല്ലോ നമ്മൾ ചെയ്യണത്. അപ്പോൾ അതാ ഇതുപോലെ താഴേക്ക് നമ്മളൊന്ന് തയ്ച്ചു കൊടുക്കുക. 1 ഇഞ്ചിൽ നമ്മൾ താഴേക്ക് തയ്ക്കുമ്പോൾ 1 ഇഞ്ചിലേക്ക് വരണം കേട്ടോ. ആ ലൈനിൻ്റെ ഭാഗത്തൊക്കെ 1 ഇഞ്ച് മതി നമുക്ക് തയ്ച്ചു ഇടാനായിട്ട്. ഇതുപോലെ തയ്ച്ചെടുക്കുക. അതിൻ്റെ അടി ഒന്ന് മടക്കി തയ്ക്കണം കേട്ടോ. അങ്ങനെ തയ്ച്ചെടുക്കുക. അപ്പോൾ തയ്ച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഞാൻ തയ്ച്ചെടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ കറക്റ്റ് നല്ലൊരു നല്ലൊരു കുർത്തിയാണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഈ പ്രിൻസസ് ലൈൻ ആയതുകൊണ്ട് നല്ലൊരു ഡാർട്ടൊക്കെ ഇട്ടപ്പോൾ നല്ലൊരു ഷേപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. അത് കണ്ടോ ആ പ്രിൻസസ് ലൈൻ ആയിട്ടില്ല. ഈ തുണിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, അതുകൊണ്ടാണ് കേട്ടോ കറക്റ്റായിട്ട് ആ വെളിച്ചത്തിൽ കാണില്ല. അപ്പോൾ നിങ്ങളിത് എളുപ്പമാണ് ചെയ്യാൻ കേട്ടോ, വളരെ എളുപ്പമാണ്. അപ്പോൾ നിങ്ങളിത് ഈ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയോളൂ കേട്ടോ.